വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിൻ്റെയും 2ാമത്തെ പാഠത്തിൻ്റെ നോട്ടാവും ഞങ്ങളീ കിടക്കുന്നത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എന്തല്ലോ ഇംഗ്ലീഷിൻ്റെ ഹിന്ദിയുടെയും നോട്ട് കാണുന്നില്ല കേട്ടോ. ഞാനെല്ലാം എഴുതി വെച്ചിരുന്നാവും, ഞങ്ങളെ കാണുന്നില്ല. അപ്പോൾ അഥവാ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ വർഷമായിരുന്നു നമ്മൾ 5ൻ്റെയും 7ൻ്റെയും എല്ലാ നോട്ടുകളും ഇട്ടത്. അപ്പോൾ അതിനകത്തിൽ കയറി നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പം ഉള്ള നോട്ട്, അതായത് മലയാളം ഫസ്റ്റും സെക്കൻഡും സയൻസും സോഷ്യലിൻ്റെയും നോട്ടുണ്ട് കേട്ടോ. മാത്സ് പിന്നെ ഓൾറെഡി നമ്മളല്ലാതെയാണ് ഇടുന്നത്. ഇങ്ങനെ പറഞ്ഞു തന്നൊന്നും വിചാരിച്ച് മാത്സ് മനസ്സിലാവത്തില്ല. നമ്മൾ ഒന്നാമത്തത് 1ഉം 2ഉം പാഠമൊക്കെ പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നല്ലതുപോലെ കയറി കാണണേ കുഞ്ഞുങ്ങളെ, ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. കണക്ക് ചെയ്ത് പഠിക്കണം, നോക്കി പഠിക്കരുത് കേട്ടോ. അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, കേരള പാഠാവലിയുടെ 1ാമത്തെ പാഠം മണ്ണിൻ്റെ കിനാവുകൾ എന്നാണ്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത എഴുതിയത് പി മധുസൂദനനാണ്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത എന്തിനെക്കുറിച്ചാണ്? പുഷ്പങ്ങളെക്കുറിച്ചാണ്. ഈ കവിതയിൽ പ്രധാനമായും എന്തൊക്കെ പൂക്കളെക്കുറിച്ചാണ് പറയുന്നത്? മുക്കുറ്റികൾ, തുമ്പകൾ, ജമന്തികൾ, കുരുക്കുത്തിമുല്ലകൾ, അല്ലേ, പനിനീർ പൂവുകൾ, കോളാമ്പികൾ എന്നിവയെക്കുറിച്ചാണ്. ഞാൻ 1ാമത്തെ പാർട്ടിൽ ഇത് ഇട്ടതാ, പിന്നെ എന്തിനാ ഇത് ഇടുന്നതെന്നല്ലേ. അപ്പോൾ അഥവാ നോട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഓണപരീക്ഷ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കട്ടെ എന്ന് കരുതിയാവും ഞങ്ങളെ. 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ 1ാമത്തെ പാഠത്തിൻ്റെ നോട്ടുകളാണ് ഈ കിടക്കുന്നതൊക്കെ. സന്ധ്യ നെഞ്ചോടെടുത്ത് ലാളിച്ചത് ജമന്തിയാണ്. പൊൻവെയിൽ കുരുത്ത പൂക്കൾ മുക്കുറ്റിയാണ്. മഞ്ഞ നക്ഷത്രം പോലെ കാണപ്പെട്ടത് കോളാമ്പികളാണ്. കാറ്റിന് സുഗന്ധം സമ്മാനിച്ചത് പനിനീർപ്പൂവാണ്. മണ്ണിൻ്റെ ഓർമ്മക്കിനാവുകൾ, അല്ലേ, പൂക്കളാണ്. പിന്നെ വാടാമലരികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെയധികം ഭംഗിയുള്ളവയാണ് വാടാമലരികൾ. ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ എന്ന് കവി വിശേഷിപ്പിക്കുന്നത് പൂക്കളെയുമാണ് കേട്ടോ. 2ാമത്തെ പാഠം കുഞ്ഞുങ്ങളെ, കടുത്ത വേനലിൽ കാടിന് സംഭവിച്ചത് എന്തൊക്കെയാണ്? കാറ്റിലെ മഴ എന്ന പാഠമാണ്. കടുത്ത വേനലിൽ നീർച്ചാലുകളെല്ലാം വറ്റി വരണ്ടു, അല്ലേ, പുഴ നന്നേ മെലിഞ്ഞു, പച്ചപ്പൂക്കളെല്ലാം, അല്ലേ, പച്ചപ്പൂക്കളല്ല കുഞ്ഞുങ്ങൾ, പച്ചപ്പുകളെല്ലാം മാറാൻ തുടങ്ങി, തീ വീണ് കുന്നുകൾക്ക് കരുവാളിപ്പായി. 2ാമത്തെ പാഠമാണ് കാട്ടിലെ മഴ കേട്ടോ. കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു, പുഴ നന്നേ മെലിഞ്ഞു, പച്ചപ്പുകളെല്ലാം മാറാൻ തുടങ്ങി, തീ വീണ് കുന്നുകൾക്ക് കരുവാളിപ്പായി കേട്ടോ. 2ാമത്തത്, മഴ പെയ്തപ്പോൾ പുഴയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി? പുഴ ജീവൻ വെച്ചത് മഴ പെയ്തപ്പോഴായിരുന്നു. അതിൻ്റെ നിറം തുടുത്തു. കുന്നിലും മേടിലും നിന്നുമായിട്ട് 100 നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങി. മഴ പെയ്തപ്പോൾ പുഴയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? പുഴ ജീവൻ വെച്ചത് മഴ പെയ്തപ്പോൾ ആയിരുന്നു. അതിൻ്റെ നിറം തുടുത്തു. കുന്നിലും മേടിലും നിന്നുമായിട്ട് 100 നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങി. 3ാമത്തത്, കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ്? കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ്? മുക്കുറ്റിയെ കുറിച്ചാണ് കേട്ടോ. ഇനി അതിനകത്തുള്ള ഒറ്റപ്പദങ്ങളൊക്കെ ഉണ്ട്. ഇലയുടെ ചാർത്തുകളെ നമ്മൾ ഇലച്ചാർത്തുകൾ. ഒളിച്ചിരിക്കാൻ ഒരിടം ഒളിയിടമാണ്. കുന്നിൻ്റെ പുറം കുന്നിൻ പുറമാണ്. പുല്ലിൻ്റെ നാമ്പ് പുൽനാമ്പ്. അർത്ഥം ചന്തം, ഭംഗി, കുരുത്ത, മുളച്ച, മുദ്ര, അടയാളം, കിനാവുകൾ, സ്വപ്നങ്ങൾ, കണം, ചെറിയ തുള്ളി, നുകർന്ന, കുടിച്ച, നിത്യവും ദിവസവും, ചെന്താരികൾ, ചുവന്ന പൂക്കൾ. പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായിട്ട് പറഞ്ഞു. നമ്മുടെ ഈ 1ാമത്തെ യൂണിറ്റിൽ ഫുള്ള് പൂക്കളുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ. 1ാമത്തെ യൂണിറ്റ് പൂക്കളുമായിട്ട് ബന്ധപ്പെട്ട. പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായിട്ട് പറയുന്നത് എന്തൊക്കെയാവും ഞങ്ങളെ? പൂക്കൾ ഭൂമിയുടെ മക്കളാണ്. പൂക്കള് ഭൂമിയുടെ മക്കളാണ്. ഏതിരുട്ടിലും പുഞ്ചിരി തൂകുന്നവയാണ്. ഏത് വെയിലിലും വാടാതെ നിൽക്കുന്നവയാണ്. പൂക്കൾ മണ്ണിൻ്റെ ഓർമ്മ കിനാവുകളാണ് കേട്ടോ. കവിതയിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഏത് പൂവിനെ കുറിച്ചാണ്? മുക്കുറ്റി പൂവിനെ കുറിച്ചാണ് കേട്ടോ. കാരണം യൂണിറ്റ് 1 ആയതുകൊണ്ടാവും ഞങ്ങളെ ഞാൻ ഒന്നും കൂടി അത് പറഞ്ഞത്. 1ഉം 2ഉം 3 പാഠമാണ് ഒരു യൂണിറ്റിൽ പറയുന്നത്. ഇവിടെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന പാഠത്തിനകത്തില്ലേ, നമ്മുടെ 1ാമത്തെ യൂണിറ്റിൻ്റെ 1ാമത്തെ മണ്ണിൻ്റെ കിനാവുകൾ 3ഉം കൂടാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. കാരണം യൂണിറ്റ് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 3 ചാപ്റ്ററും വരുന്നുണ്ട് കേട്ടോ. പി മധുസൂദനന്റെ പ്രശസ്തമായ ഒരു കവിതയാണ് ഈ മണ്ണിൻ്റെ കിനാവുകൾ എന്ന് പറയുന്നത്. മുക്കുറ്റി, തുമ്പ, ജമന്തി, കോളാമ്പി, പനിനീർ പൂവ് എന്നിവയെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്. എങ്കിലും ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ ശോഭിക്കുന്ന ചുവന്ന പൂക്കളും ഭംഗിയുള്ള വാടാമലരികളും ഭൂമിയുടെ മക്കളായിട്ട് ഓരോ ദിവസവും ജനിക്കുകയാണ്. ആ പൂക്കൾ ഇരുട്ടിൽ ചിരിക്കുകയും ചൂടിൽ വാടാതെ തളരാതെയും നിൽക്കുന്നു. പൂക്കൾ ജീവിതത്തിൽ പ്രേമവും പ്രതീക്ഷയും നമുക്ക് തരുന്നു. പൂക്കള് ജീവിതത്തിൽ നമുക്ക് എന്താവും നിങ്ങളെ? പ്രേമവും പ്രതീക്ഷയും നമുക്ക് തരുന്നു എന്ന് കേട്ടോ. ഇനി അതിനകത്തിൽ തന്നെ ആ പാഠവുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങളെ? ഓക്കെ, അതായത് ഇത് ഡെയ്സി ചെടി അല്ലേ.
നോക്കിയേ, ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണെന്ന് പൂവ് ചിന്തിക്കാൻ കാരണം എന്താണ്? അങ്ങനൊരു ചോദ്യമുണ്ട് കേട്ടോ. യൂണിറ്റ് 1 ആ 3 പൂവുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ. അപ്പം യൂണിറ്റ് 1 ചോദ്യമായത് യൂണിറ്റ് 2 ചോദ്യമാണെന്നൊന്നും പറഞ്ഞൊന്നും ഇല്ല കുഞ്ഞുങ്ങളെ. പൂവിനെ ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ് എന്ന് പൂവ് ചിന്തിക്കാൻ കാരണം തനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട് അല്ലേ? സൂര്യൻ തൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നു, കാറ്റ് ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് പൂവ് അനുഗ്രഹീതയാണെന്ന് ചിന്തിച്ചത്. പൂന്തോട്ടത്തിലെ മറ്റു പൂക്കൾക്ക് ഡെയ്സി ചെടി 3 പാഠം കേട്ടോ. ഡെയ്സി ചെടിയുടെ ബാക്കിയാവും ഞങ്ങളെ. ഇത് കറക്റ്റ് തന്നെ ഇങ്ങനെയാണ് ഇത് എഴുതുന്നത്. അതായത് കുന്നിൻ്റെ മുകളിൽ കുറുമ്പ് കാട്ടിയ ആനക്കൂട്ടം കണക്ക് വന്ന് നിറഞ്ഞത് എങ്ങനെയായിരുന്നു? ഈ നമ്മുടെ മഴമേഘങ്ങൾ ആകാശത്ത് കണ്ടപ്പോഴേ ഈ ആനക്കൂട്ടങ്ങൾ വന്ന് നിൽക്കുന്ന പോലെ തോന്നിയത്. അതൊക്കെ നല്ലതുപോലെ അറിയണേ നിങ്ങളെ. കുന്നിൻ്റെ മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം വന്ന് നിറഞ്ഞതുപോലെ എന്തായിരുന്നു? മഴമേഘങ്ങളായിരുന്നു കേട്ടോ. പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചത് എന്താണ്? പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചത് എന്താണ്? ഇടിമിന്നൽ ചാലുകളാണ് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചത്. കാടിന് യൗവനം കൊണ്ടുവരുന്നത് ആരാണ്? കാടിന് യൗവനം കൊണ്ടുവരുന്നത് നമ്മുടെ കന്നിമഴയാണ്. കന്നിമാസത്തിൽ പെയ്യുന്ന മഴയാണ് അല്ലെ, ആദ്യത്തെ മഴ. കന്നിമഴ കാടിന് യൗവനം നൽകുന്നത് എങ്ങനെയാണ്? കാട്ടിലെ പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു അല്ലേ? കരിഞ്ഞുണങ്ങിയ കുന്നിൻ പുറങ്ങളിൽ പുൽനാമ്പ് കിളിർക്കുന്നു, അങ്ങനെ വിളർച്ച വീണ്ടും പച്ചയായിട്ട് മാറുന്നു. ഇനി അതിൻ്റെ യൂണിറ്റിൻ്റെ 3 നിങ്ങൾ ഡെയ്സി ചെടി. നമ്മുടെ ഡെയ്സി ചെടിയുടെ പൂവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നടുക്ക് നല്ല മഞ്ഞ നിറവും ചുറ്റും വെള്ള നിറവുമുള്ള പൂക്കളായിരുന്നു ഡെയ്സി ചെടിക്കുള്ളത്. ഈ ഡെയ്സി ആരും ശ്രദ്ധിക്കാതിരുന്നത് എന്തുകൊണ്ടാവും നിങ്ങളെ? അതിനെന്താ? നിറവും വലുപ്പവുമുള്ള ചെടികൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആ ചെടി വേലിക്കരിയിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ് എന്ന് പൂവ് ചിന്തിച്ചത്. ഈ ഡെയ്സി ചെടിക്കകത്തില്ലേ കേട്ടോ, ഞാൻ എത്രമാത്രം, കാരണം അതെന്താ ആരെയും ശല്യം ചെയ്യാതെ ആ വേലിക്കരിയിൽ പോയി ഒറ്റയ്ക്ക് അവിടെ മാറി നിൽക്കുകയാണ് നമ്മുടെ ഡെയ്സി ചെടി. അപ്പോൾ അതെന്താ അത് എന്നാലും അത് പറയുന്നുണ്ട്, ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ്. കാരണം എന്താണെന്നറിയോ? സൂര്യൻ എനിക്ക് കണ്ണും ചെവിയും ഒക്കെ കേൾക്കാം അല്ലേ? സൂര്യൻ എൻ്റെ മേലെ പ്രേമപ്രകാശം തരുന്നുണ്ട്, എൻ്റെ കാറ്റ് വന്ന് എന്നെ ഉമ്മ തരുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് ഞാൻ അനുഗ്രഹീതയാണെന്ന് കേട്ടോ. പൂന്തോട്ടത്തിലെ മറ്റു പൂക്കൾക്ക് ഡെയ്സിയോട് കോപവും അസൂയയും തോന്നാൻ കാരണം എന്താണ്? വാനമ്പാടി പൂവിന് ഉമ്മ കൊടുത്തു പാട്ടുപാടി, അതിനുശേഷം നീലാകാശത്തിലേക്ക് അതങ്ങ് പറന്നുപോയി. ഇത് കണ്ടിട്ടാണ് മറ്റു പൂക്കൾക്ക് ഡെയ്സി ചെടിയോട് കോപവും അസൂയയും തോന്നിയത്. വാനമ്പാടി കൂട്ടിലടക്കപ്പെട്ടപ്പോൾ ഡെയ്സിയുടെ മനോഭാവം എങ്ങനെയായിരുന്നു? പൂവ് പരിസരത്തിൻ്റെ സൗന്ദര്യമൊക്കെ മറന്നുപോയി. സൂര്യൻ്റെ ഇളം ചൂടും തൻ്റെ ഇതളിൻ്റെ ഭംഗിയും മറന്നു. തടവിലാക്കപ്പെട്ട പക്ഷിയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. തനിക്ക് അതിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ദുഃഖിച്ചു. 5 കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ആ പാഠം ഏതാ? നമ്മുടെ കേരള പാഠാവലിയുടെ വായുവില്ലാത്ത ലോകം എന്ന് പറയുന്നൊരു പാഠമുണ്ട് കേട്ടോ. നിങ്ങളെ അത് എടുത്തായിരുന്നോ കുഞ്ഞുങ്ങളെ? അതിൻ്റെ യൂണിറ്റ് 2 ആയിട്ടല്ലേ അല്ലേ? വായുവില്ലാത്ത ലോകം. കുഞ്ചൻ നമ്പ്യാരാണ് ഇത് എഴുതിയത്. ആരാ കുഞ്ഞുങ്ങളെ? കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ. സ്കൂളുകളിൽ അത് എടുത്തോ കുഞ്ഞുങ്ങളെ? 3 പാഠം എടുത്തോ? വായുവില്ലാത്ത ലോകം. ഇല്ലെങ്കിൽ നമുക്കിനി അടുത്ത പാർട്ടിലിടാം അത് കേട്ടോ. വായുവില്ലാത്ത ലോകം അടുത്തതിലിടാം. അതായത് പാർട്ട് 2 കടങ്കഥ, നീർനാഗം, നമ്മുടെ ബഷീറിനെ കുറിച്ചൊക്കെ ഉള്ളത് അടുത്ത പാർട്ടിൽ നമുക്ക് ഇടാം കേട്ടോ. അതായത് 3 പാർട്ടായിട്ട് നമുക്ക് ഇടാം. അടുത്ത അതിൻ്റെ 2 ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത 2 നോക്കൂ നിങ്ങളെ. അടിസ്ഥാന പാഠാവലിയുടെ ടോമോയിലെ കായികമേള. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് 1 യൂണിറ്റ്. അഥവാ ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഇത് എഴുതിയെടുക്കണേ കേട്ടോ. ടോമോയിലെ സ്കൂളിലെ കളികളുടെ പ്രത്യേകതയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നമ്മളെ ഇന്നലെ 1 യൂണിറ്റ് ഇട്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം? അപ്പോൾ അതിനകത്തിൽ ഈ ടോമോയുണ്ട് 1. നമ്മളിപ്പോൾ 2 പാഠമല്ലേ എല്ലാത്തിലും വിടുന്നത്. അപ്പോൾ പിന്നെ ആ 1 അഥവാ കിട്ടാത്തവരും വല്ലതും ഉണ്ടെങ്കിൽ എഴുതിക്കോട്ടെ എന്ന് കരുതി കേട്ടോ. ടോമോയിലെ റിലേ മത്സരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് അതൊക്കെ കേട്ടോ. 1 കായികമേളയിൽ ഏവരെയും അതിശയിപ്പിച്ച സംഭവം എന്തായിരുന്നു? സമ്മാന വിതരണത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു അല്ലേ? ക്യാഷ് വല്ലതും ആയിരുന്നോ കുഞ്ഞുങ്ങളെ? അല്ല, ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ ആയിരുന്നു അവർക്ക് കിട്ടിയത് അല്ലേ?
ഇനി കാട്ടിലെ കളികൾ എന്ന് പറയുന്നൊരു പാഠം ഉണ്ടായിരുന്നു. കാട്ടിലെ കളികൾ. കാട്ടിലെ കളികൾ ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്? കൃഷ്ണഗാഥ. ചെറുശ്ശേരി എഴുതിയ കൃഷ്ണഗാഥയിൽ നിന്ന്. നന്ദ തനുജൻ മനസ്സിൽ വിചാരിച്ചത്. ഇന്നലെ നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ അതൊക്കെ പറഞ്ഞതാ. ഇന്ന് രണ്ടാമത്തെ പാഠമാണിത്, കാട്ടിലെ കളികൾ കേട്ടോ. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളെ? നമുക്ക് എല്ലാ വിഷയവും കൂടെ ഉള്ളത് കൊണ്ടേ ഞാനിങ്ങനെ. ഹംസങ്ങളുടെ അടുത്ത് കാകൻ പോലെ കാട്ടിൽ വന്ന് നിന്നത് ആരായിരുന്നു? കൃഷ്ണന്റെ അമ്മാവനായ കംസനാ അല്ലേ? കംസൻ പറഞ്ഞയച്ച ഒരു അസുരനായിരുന്നു. താരതമ്യം ചെയ്യുക. കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും എന്തൊക്കെയാണ് അവിടെ ചെയ്തു കൂട്ടിയത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. എഴുതിയെടുക്കണേ കേട്ടോ, നോക്കി വെറുതെ ഇരിക്കല്ലേ. ഇതുപോലെ എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ് എഴുതേണ്ടത് കേട്ടോ. അല്ലാതെ ഒരാളിങ്ങനെ ഞാനോ ആരോ ആയിക്കോട്ടോ നിങ്ങളെ തന്നത് അതുപോലെ അങ്ങ് പഠിച്ചെഴുതി വെക്കുമല്ല. നമുക്കൊരു കാര്യം പഠിക്കുമ്പോൾ അതിനകത്ത് നിന്ന് എന്താണോ മനസ്സിലായത് അതാണ് കേട്ടോ. അടുത്ത, പന്ത് കളിക്കാനൊരു പെൺകുട്ടി. മഞ്ഞേ, നിന്റെ കൈ എന്താ? ഓട്ടക്കൈയാണോ? ശരിക്കും മഞ്ഞയുടെ കയ്യിൽ ഓട്ടയുണ്ടോ? പ്രകാശൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം. പന്ത് കളിക്കാനൊരു പെൺകുട്ടി എന്ന് പറയുന്ന പാഠത്തിലെ കുഞ്ഞുങ്ങളെ പിടിച്ചെടുക്കാവുന്ന 1-2 പന്തുകൾ മനഃപൂർവ്വം മഞ്ഞക്കിളി അങ്ങ് വിട്ടുകളഞ്ഞു അല്ലേ? ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ പ്രകാശൻ പരിഹസിച്ചുകൊണ്ട് പറയുന്നത്, എന്താ മഞ്ഞേ നിന്റെ കൈ എന്താ? ഓട്ടക്കൈയാണോ? എല്ലാം അങ്ങ് താഴെ പോകുന്നതെന്ന് അല്ലേ? പ്രകാശൻ കലി തുള്ളാൻ കാരണം എന്താ? പിടിക്കാവുന്ന പന്തുകൾ പോലും ഇത് വിട്ടുകളഞ്ഞപ്പോഴാണ് പ്രകാശൻ അങ്ങ് ദേഷ്യം വന്നത് അല്ലേ? അപ്പോൾ നിനക്ക് പന്ത് പിടിക്കാനൊക്കെ അറിയാം. ഇങ്ങനെ പ്രകാശൻ പറയാൻ കാരണം എന്താ? പ്രകാശൻ അടിച്ചുവിട്ട പന്തുകൾ ഗോളാകാതിരിക്കാൻ ഈ മഞ്ഞക്കിളി എന്ത് ചെയ്തു? കഠിന പരിശ്രമം നടത്തി. അതുകൊണ്ടാണ് ചോദിച്ചത് എന്താ അപ്പം നിനക്ക് പന്ത് പിടിക്കാനൊക്കെ അറിയാം. സുമംഗലയുടെ അച്ഛൻ പന്തുകളിൽ നിന്നും പിന്മാറിയത് എന്തുകൊണ്ട്? ഫുട്ബോൾ കളിയിൽ പരിക്ക് പറ്റിയത് കൊണ്ടാണ് കേട്ടോ. ഫുട്ബോൾ കളിക്കാൻ വന്ന സുമംഗലയോട് പ്രകാശൻ പറഞ്ഞത് എന്താ? പെൺകുട്ടികളെ ഫുട്ബോളിൽ കളിക്കാൻ കൂട്ടാനോ? അവർക്ക് പറ്റിയ കളിയാണോ ഇത്? ഫുട്ബോള് നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്നു. നമ്മുടെ സുമംഗലയോട് പറഞ്ഞതാ. പ്രകാശൻ പറയുക, നീ എന്തിനാ വന്നേ? പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാനാണോ നീ വന്നത്? നിനക്ക് പറ്റിയ പണി എന്താ? നിനക്ക് പറ്റിയ പണിയാണോ ഈ ഫുട്ബോൾ കളിക്കാന്ന് വെച്ചാൽ നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്കാൻ. അത്രേ ഉള്ളൂ കുഞ്ഞുങ്ങളെ കേട്ടോ. മലയാളം ഫസ്റ്റും സെക്കൻഡും ഒക്കെ ആണല്ലോ. മലയാളം ഫസ്റ്റും മലയാളം സെക്കൻഡും നമ്മൾ പറഞ്ഞു. അടുത്ത ഹിന്ദിയുടെ നമ്മൾ ലിങ്ക് ഇട്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ കേട്ടോ. ഹിന്ദിയുടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്തോന്നറിയോ? 5ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് ഓണപ്പരീക്ഷയ്ക്ക് എന്തായാലും എന്തോന്നറിയോ? കളറുകൾ കേട്ടോ കുഞ്ഞുങ്ങളെ. അത് ഞാൻ എടുത്ത് പറയാം. നിങ്ങൾ കളറുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഞാനത് ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് നോക്കുമ്പോൾ കാണത്തേ. ഇതിനകത്തിലുണ്ടോ? ഇവിടെ നോക്കണേ കുഞ്ഞുങ്ങളെ. ചില വാക്കുകളുടെയൊക്കെ അർത്ഥം അറിയണം. ബന്ദർ എന്ന് വെച്ചാൽ മങ്കിയാണ്, ഫൂൽ എന്ന് വെച്ചാൽ ഫ്ലവറാണ്, കച്വേ എന്ന് വെച്ചാൽ ആമയാണ്, മച്ചലിയ എന്ന് വെച്ചാൽ മത്സ്യങ്ങളാണ്. പിന്നെ നിങ്ങൾ 5ാം ക്ലാസ്സിൽ ഓണപ്പരീക്ഷയ്ക്ക് 1, 2, 3, 4 എന്നുള്ളതേ കേട്ടോ നമ്പർ എഴുതാൻ ചോദിക്കും കേട്ടോ. ഹിന്ദിയിൽ ഈ നമ്പർ എഴുതാൻ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഒരു 20 വരെയെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അറിയത്തില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ, ഞാൻ വേണമെങ്കിൽ ഇട്ട് തരാം. 1-2-3 വരെ കേട്ടോ. പിന്നെ വിലോം ശബ്ദം കുറച്ചൊക്കെ പറഞ്ഞ് ചെറിയ വാക്കുകൾ, ഇപ്പം മുകളിൽ താഴെ, പിന്നെ മുന്നോട്ട് പിന്നോട്ട്, സുഖം ദുഃഖം, രാത്രി പകൽ, അങ്ങനെയൊക്കെയുള്ള കുറേ വാക്കുകളും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ എന്താ കളറുകൾ, അതുപോലെ തന്നെ കളർ കേട്ടോ ഉണ്ട്. ഞാൻ എവിടെ അത് എഴുതി വെച്ചിട്ടുണ്ട്. കളറുകൾ ഒരു 5 കളറിൻ്റെ പേര് പഠിച്ചു വെക്കണം 5ാം ക്ലാസ്സിൽ ഓണപ്പരീക്ഷയ്ക്ക് കേട്ടോ. നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും കുഞ്ഞുങ്ങളെ? തുമാന ക്യാ ഹേ എന്ന് ചോദിക്കത്തില്ലേ? അപ്പോൾ എന്താ പറയുക? മേം നമ്മുടെ പേരെന്താന്ന് എഴുതിയിട്ട് മേം നീതുഹും, മേം ബീന കൃഷ്ണാഹും, മേം നമ്മുടെ കുറേ ആൾക്കാരുണ്ട്. അതിന് എപ്പോഴും പേര് പറയണത് നിങ്ങളെ മറന്നു പോകുന്നത്. ഇവിടെ ഏതാന്ന് വെച്ചാൽ നിങ്ങളുടെ പേര് എഴുതിയിട്ട് ഇങ്ങനെ എഴുതണം കേട്ടോ. നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ എഴുതാൻ അറിയണം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു കളറുകൾ പഠിച്ചു വെച്ചേക്കണം ഓണപ്പരീക്ഷയ്ക്ക്. 1, 2, 3 ഒരു 20 വരെയും പഠിച്ചു വെച്ചേക്കണം. ചെറിയ വാക്കിൻ്റെയൊക്കെ വിപരീതം കേട്ടോ. വിലോം ശബ്ദം എന്നാണ് അതിന് പറയുന്നത്. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അത്രയൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണേ. പിന്നെ നമുക്ക് സയൻസ് ആവും കുഞ്ഞുങ്ങളെ. സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്റർ ഭക്ഷണവും മനുഷ്യരും, ഫുഡ് ആൻഡ് ഹ്യൂമൺ. വേൾഡ് ഫുഡ് ഡേ. ഞാൻ എളുപ്പം വായിച്ചു പോവാം, നിങ്ങൾ അങ്ങ് എഴുതിയെടുക്കണം സമാധാനത്തെ പോസ് ചെയ്തിട്ട് കേട്ടോ. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16.
ഹാവ് യു റീഡ് ദ ഡയറി എൻട്രി ഓഫ് എ സ്റ്റുഡൻറ് നെയ്മഡ് സിബി? വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് മെൻഷൻഡ് ഇൻ ദ ഡയറി എൻട്രി? സിബിയുടെ ഡയറി കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എന്തെല്ലാമാണ്? ലഡു, ഹൽവ, പായസം, മധുരപലഹാരങ്ങൾ, അച്ചാറുകൾ എന്നിവയൊക്കെയായിരുന്നു. ദ പിക്ചേഴ്സ് ഗിവൺ എബവ് ഇൻഡിക്കേറ്റ് ദ ഡിഫറെന്റ് മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് ബൈ ദ ഏർലി ഹ്യൂമൻസ്. വാട്ട് ഡീറ്റെയിൽസ് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് പിക്ചർ എബൌട്ട് ദ ഒബ്റ്റെയിനിങ് ഓഫ് ഫുഡ് ഫോർ ഏർലി ഹ്യൂമൻ? എന്തോ നിങ്ങളെ, അല്ലെങ്കിൽ രണ്ട് ചോദ്യം ഇങ്ങനെ ചോദിക്കാം. വാട്ട് വേർ ദ ഡിഫറെന്റ് മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് ബൈ ഏർലി ഹ്യൂമൺ? കേട്ടോ, എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഇവിടെ അതിന്റെ മലയാളം കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ആദിമ മനുഷ്യർ ഭക്ഷണം നേടിയിരിക്കുന്നത് വിവിധ രീതിയിൽ സൂചിപ്പിക്കുന്നു. ഇത്ര ഓർത്താൽ മതി. ആദിമകാലത്തെ മനുഷ്യർ ഭക്ഷണം നേടിയിരുന്നത് എങ്ങനെയൊക്കെയായിരുന്നു, അവർ ഉപയോഗിച്ചിരുന്നത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നാവും ഞങ്ങൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. ഇംഗ്ലീഷുകാരപ്പോൾ ഇത് എഴുതുക. എന്താ? ദേ ഗ്യാതേർഡ് ഫുഡ്, ഹണ്ടഡ് ആനിമൽസ് ഫോർ ഫുഡ്, എൻഗേജ്ഡ് ഇൻ ഫിഷിങ്, സ്റ്റോൺ ആൻഡ് സ്റ്റിക്ക് വെയർ യൂസ്ഡ് ആസ് വെപ്പൺസ്, ദേ ഹണ്ടഡ് ഇൻ ഗ്രൂപ്പ്സ്, ദേ ഷെയർഡ് ദ ഫുഡ്, ദേ ഗ്യാതേർഡ്. കേട്ടോ, നിങ്ങൾ ആ ഓരോന്നും ഞാൻ ഇതിൻ്റെ എല്ലാം മലയാളം അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ അതങ്ങ് എഴുതിയെടുക്കുക. എന്താ ചോദ്യം എന്നറിയാമോ? ഏർലി ഹ്യൂമൻസിൻ്റെ ഫുഡ് എങ്ങനെയായിരുന്നു കേട്ടോ? പണ്ട് കാലത്ത് ആൾക്കാരുടെ ഫുഡ് കഴിക്കുന്നതും എടുക്കുന്നതൊക്കെ എങ്ങനെയായിരുന്നു കേട്ടോ? അപ്പോൾ ആ ചോദ്യം മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. 6 അങ്ങ് എഴുതിയെടുക്കണേ, വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ദേ ഗ്യാതേർഡ് കേട്ടോ. ദേ ഗ്യാതേർഡ് ഫുഡ്, ഹണ്ടഡ് ആനിമൽസ് ഫോർ ഫുഡ്, എൻഗേജ്ഡ് ഇൻ ഫിഷിങ്, സ്റ്റോൺസ് ആൻഡ് സ്റ്റിക്ക് വെയർ യൂസ്ഡ് ആസ് വെപ്പൺസ്, ദേ ഹണ്ടഡ് ഇൻ ഗ്രൂപ്പ്സ്, they shared the food, they gathered. കേട്ടോ, എഴുതണേ. ഇനി അപ്പോൾ അതിൻ്റെ മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവർ ഭക്ഷണം ശേഖരിച്ചു, ഭക്ഷണത്തിനായി മൃഗങ്ങളെ വേട്ടയാടി, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടു, കല്ലുകളും കമ്പുകളും ആയുധമായിട്ട് അവർ ഉപയോഗിച്ചു, അവർ കൂട്ടമായിട്ട് വേട്ടയാടി, അവർ ശേഖരിച്ച ഭക്ഷണം പങ്കിട്ടു. എങ്ങനെയൊക്കെയോ നിങ്ങളെ, അവർ ഭക്ഷണം ശേഖരിച്ചു വെച്ചു, ഭക്ഷണത്തിനായിട്ട് അവർ മൃഗങ്ങളെ വേട്ടയാടി, മത്സ്യബന്ധനത്തിലൊക്കെ അവർ ഏർപ്പെട്ടു, കല്ലുകളും കമ്പുകളും അവർ ആയുധമായിട്ട് ഉപയോഗിച്ചു, അവർ കൂട്ടമായിട്ടായിരുന്നു വേട്ടയാടിയത്, അവർ ശേഖരിച്ച ഭക്ഷണവും എന്ത് ചെയ്തു? അവർ കൂട്ടമായിട്ടായിരുന്നു പങ്കിട്ട് കഴിച്ചത്. വാട്ട് മൈറ്റ് ബി ദ ഫുഡ് ഐറ്റംസ് ദേ ഹാഡ് ഒബ്റ്റെയിൻഡ് ത്രൂ ഹണ്ടിങ് ആൻഡ് ഗാദറിങ്? അതിൻ്റെ എല്ലാ മലയാളവും കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് അറിയാം? വേട്ടയാടിയും, ഹണ്ടിങ് എന്ന് വെച്ചാൽ വേട്ടയാടിയും, പിന്നെയോ ആൻഡ് ഗാദറിങ് എന്ന് വെച്ചാൽ ശേഖരിക്കുക. അതാട്ടോ എല്ലാത്തിൻ്റെയും അന്ന് അർത്ഥം കൂടെ അറിയണേ. ഹണ്ടിങ് എന്ന് വെച്ചാൽ വേട്ടയാടുക, ഗാദറിങ് എന്ന് വെച്ചാൽ ശേഖരിക്കുക. ഈ ശേഖരണത്തിലൂടെയും അവർ നേടിയ ഭക്ഷണ സാധനങ്ങൾ എന്തെല്ലാമായിരുന്നു? അവർ ഒരുമിച്ചാണ് വേട്ടയാടാൻ പോയെന്നൊക്കെ നമ്മളിപ്പോൾ പഠിച്ചില്ലേ? അപ്പോൾ അവർ വേട്ടയാടിയ സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫിഷസ്, റൂട്ട് ആൻഡ് ട്യൂബേഴ്സ്, എഡിബിൾ ലീവ്സ്, നട്ട്സ്, സീഡ്സ്, ആനിമൽ ഫ്ലഷ് എന്നിവയൊക്കെയാണ് അല്ലേ? പഴങ്ങൾ, പച്ചക്കറികൾ, പിന്നെ ഫിഷസ്, മീനുകൾ, റൂട്ട്സ് ആൻഡ് ട്യൂബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങൾക്കാട്ടോ ട്യൂബേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ? റൂട്ട്സുകൾ, വേരുകളും കിഴങ്ങ് വർഗ്ഗങ്ങളും. എഡിബിൾ ലീവ്സ് എന്ന് വെച്ചാൽ എന്താവും ഞങ്ങളെ? നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇലകൾ അല്ലേ? എഡിബിൾ ലീവ്സ് എന്ന് വെച്ചാൽ ഭക്ഷ്യയോഗ്യമായ ഇലകൾ എന്നതിൻ്റെ അർത്ഥം കേട്ടോ. നട്ട്സ്, സീഡ്സ്, ആനിമൽ ഫ്ലഷ് കേട്ടോ. നട്ട്സുകളുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ നട്ട്സ്, വിത്തുകൾ, കുരുകൾ, അതൊക്കെയും പിന്നെ അതുപോലെ ഫ്ലഷ്, മാംസങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. മൃഗത്തിൻ്റെ മാംസവും ഒക്കെ ആയിരുന്നു അനിമൽ ഫ്ലഷ്. ഇനി ഫോർ വാട്ട് പർപ്പസ് ഡിഡ് ആൻഷ്യൻ്റ് മാൻ യൂസ് ഫയർ? പുരാതന മനുഷ്യർ തീ കണ്ടുപിടിച്ചത് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു നിങ്ങളെ? ചോദ്യം കാണാൻ പറ്റുന്നുണ്ടോ? ഫോർ വാട്ട് പർപ്പസ് ഡിഡ് ആൻഷ്യൻ്റ് മാൻ യൂസ് ഫയർ? എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളെ തീ കണ്ടുപിടിച്ചത്? ടു കുക്ക് ഫുഡ് അല്ലേ? ഭക്ഷണം പാകം ചെയ്യാൻ. പിന്നെ ടു പ്രൊട്ടക്റ്റ് ഫ്രം ആനിമൽസ് അറ്റാക്ക്, മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി. ടു ലൈറ്റ് അപ്പ് കേവ്, അവർ ഇന്നത്തെ കൂടെ 2 നിലയിലും 3 നിലയിലും 5 നിലയിലും ഫ്ലാറ്റിലോ വല്ലോ ആണോ നിങ്ങളെ താമസിച്ചിരുന്നത്? ഗുഹകളിലൊക്കെ അല്ലേ? അപ്പോൾ അവിടെ വെട്ടം വേണത്തിന് അവർക്ക് ആ ബുദ്ധി ഉണ്ടായല്ലേ? ലൈറ്റ് കത്തിച്ചു. പിന്നെ ഗുഹകൾ പ്രകാശിപ്പിക്കാൻ. പിന്നെ ടു ഗെറ്റ് പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ്, തണുപ്പിൽ നിന്നും സംരക്ഷണം ലഭിക്കാനും അവരെന്ത് ചെയ്തു? ഫയർ, തീ ഉപയോഗിച്ചു. അപ്പോൾ പുരാതന മനുഷ്യർ തീ കണ്ടുപിടിച്ചത് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളതാണ് ഒരു 4 പോയിന്റ്. എഴുതാൻ പറ്റുമല്ലോ. What were the possibilities, conditions that forced early humans find other way to obtain food? എല്ലാത്തിൻ്റെയും മലയാളം ഉണ്ട്. ആദിമ മനുഷ്യർ ഭക്ഷണം ലഭിക്കാൻ മറ്റു വഴികൾ കണ്ടെത്താൻ സാധ്യമായ സാഹചര്യങ്ങൾ എന്താ?
എന്താ കുഞ്ഞുങ്ങളെ, ആദിമ മനുഷ്യർ ഭക്ഷണം ലഭിക്കാൻ വേണ്ടി അവർ മറ്റു വഴികൾ കണ്ടെത്താൻ സാധ്യമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? ഓക്കെ, ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം. ഭക്ഷണം ഇന്ന് ആട് കൂടുമ്പോൾ എന്താണ്, അവർക്ക് ഭക്ഷണത്തിൻ്റെ അളവ് കുറയാൻ തുടങ്ങി, എല്ലാവർക്കും ഒന്നും കിട്ടാറില്ല. പിന്നെ ജനസംഖ്യാ വർധനവ്, പരിസ്ഥിതിയിലുള്ള മാറ്റങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷണ സൗകര്യത്തിൻ്റെ അഭാവം, കാട്ടുതീ, ഇതെല്ലാം ആദിമ മനുഷ്യർ ഭക്ഷണം ലഭിക്കാൻ മറ്റു വഴികൾ കണ്ടെത്താൻ ഇടയായത് കേട്ടോ. അതിൻ്റെ ഇംഗ്ലീഷ് കുഞ്ഞുങ്ങളെ, വാട്ട് വേർ ദ പോസിബിലിറ്റീസ്, എന്തെല്ലാം കണ്ടീഷൻ ദാറ്റ് ഫോഴ്സ്ഡ് എയർലി ഹ്യൂമൻ ഫൈൻഡ് അതർ വേ ടു ഒബ്റ്റെയിൻ ഫുഡ്, എന്തൊക്കെ കുഞ്ഞുങ്ങളെ, സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് അല്ലേ, ഫുഡിൻ്റെ അളവ് ലഭ്യത കുറയൽ, റൈസ് ഇൻ പോപ്പുലേഷൻ, റൈസ് എന്ന് വെച്ചാൽ ഇവിടെ ഉയരുക എന്ന, ജനസംഖ്യ ഉയർന്നു, എൻവയോൺമെൻറ്റൽ ചേഞ്ച്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റം, ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥയിലുണ്ടായ മാറ്റം, ലാക്ക് ഓഫ് ഫുഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ആൻഡ് വൈൽഡ് ഫയർ കേട്ടോ. സംശയം വല്ലതും ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ, അതുകൊണ്ട് എന്തെങ്കിലും വാക്കിന് സംശയം. വിച്ച് വാസ് ദ ഫസ്റ്റ് ആനിമൽസ് ഡൊമസ്റ്റിക്കേറ്റഡ് ബൈ ഹ്യൂമൻ, ഏതാ കുഞ്ഞുങ്ങളെ മനുഷ്യൻ ആദ്യമായിട്ട് വളർത്തിയ മൃഗം? ഏതിനെയാണ് വളർത്തിയത്? പട്ടിയെ അല്ലേ, നായയാണ്. പിന്നെ വാട്ട് അഡ്വാൻറ്റേജ് മൈറ്റ് ദേ ഹാവ് ഹാഡ് സെറ്റ് ഇൻ നിയർ അഗ്രികൾച്ചർ സൈറ്റ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. കാർഷിക സ്ഥലങ്ങൾക്ക് സമീപം തന്നെ ഇവർ താമസമാക്കിയതിൽ അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായിരുന്നു? അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞു ഇവർക്ക് ആദ്യമേ ഇതൊന്നും അറിയത്തില്ലായിരുന്നു കുഞ്ഞുങ്ങളെ, ഇവരെ ഓരോന്നിനെയും ഓരോ മൃഗങ്ങളെയൊക്കെ ഓടിച്ചെന്ന് വേട്ടയാടി അന്നേരം അവിടെ ഇരുന്നങ്ങ് കടിച്ച് പറിച്ചങ്ങ് തിന്ന് പച്ചയ്ക്ക് തിന്നൊക്കെ ആയിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർ തീ കണ്ടുപിടിക്കാൻ തുടങ്ങി അല്ലേ, പാറകൾ തങ്ങളിൽ ഉരച്ചൊക്കെ തീ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു, ആ തീ കത്തിച്ച് മാംസങ്ങളൊക്കെ വേവിച്ച് തിന്നാൻ തുടങ്ങി. ഇവർക്ക് പിന്നെ കുറച്ച് നാളൂടെ കഴിഞ്ഞപ്പോൾ കൃഷിയെക്കുറിച്ചുള്ള ചിന്താഗതി വന്നു. എന്ന് വെച്ചാൽ അവർ തിന്നിട്ട് ഈ ബാക്കിയൊക്കെ ഇട്ടത് മണ്ണിനകത്ത് കിടന്ന് കിളിച്ചത് അവർ കണ്ട്, ഓരോന്നൊക്കെ ഇരുന്ന് തിന്നിട്ട് ബാക്കി അവിടെ ഇവിടെയൊക്കെ ഇടുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ മണ്ണിനകത്ത് കിടന്ന് കിളിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. അങ്ങനെ അവർ ചെയ്തു, ഇതിങ്ങനെ കൊണ്ടിട്ടാൽ കിളിക്കുമെന്ന് മനസ്സിലാക്കി അവരെന്ത് ചെയ്തു, അങ്ങനെ അവർ കൃഷി ആരംഭിച്ചു. കൃഷി നട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് കാവൽ വേണ്ടേ അല്ലേ, മൃഗങ്ങളുടെ ശല്യം ഉള്ളത് കൊണ്ട് അത് എല്ലാം തിന്ന് തീർക്കുന്നതുകൊണ്ട് അവരെന്ത് ചെയ്തു, എവിടെയാണോ നട്ട് കൃഷി ചെയ്യുന്നത് അവരവിടെ തന്നെ അങ്ങ് താമസിക്കാൻ തുടങ്ങി അല്ലേ. അന്നേരം അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളാവും നിങ്ങളെ ഉണ്ടായത്? ദേ കുഡ് പ്രൊട്ടക്റ്റ് ദ അഗ്രികൾച്ചർ സൈറ്റ്, അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്, സ്റ്റാർട്ടഡ് സോഷ്യൽ ലൈഫ്, ഗോട്ട് മോർ ടൈം ടു റെസ്റ്റ്. എന്ന് വെച്ചാൽ എന്താ, അവർക്ക് കൃഷിസ്ഥലങ്ങൾ സംരക്ഷിക്കാൻ കഴിഞ്ഞു, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു, സാമൂഹ്യ ജീവിതം ആരംഭിച്ചു, വിശ്രമിക്കാൻ കൂടുതൽ സമയം അവർക്ക് ലഭിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത 9ാമത്തെ ചോദ്യം, ഹൗ മൈറ്റ് റിവർ ബാങ്ക് ഹാവ് ഹെൽപ്ഡ് എയർലി ഹ്യൂമൻസ് ടു സെറ്റിൽ, എന്ന് വെച്ചാലേ നദീതീരങ്ങളിൽ ആദിമ മനുഷ്യരെ താമസിക്കാൻ സഹായിച്ചത് എങ്ങനെയായിരുന്നു? നദികളുടെ റിവർ ബാങ്ക് എന്ന് വെച്ചാൽ നദികളുടെ തീരങ്ങളിൽ അവർ സെറ്റിൽ ആവാൻ തുടങ്ങിയതിന് എന്തൊക്കെയാവും നിങ്ങളെ? അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഫെർട്ടൈൽ സോയിൽ, ഫേവറബിൾ ക്ലൈമറ്റ്, ട്രാൻസ്പോർട്ടേഷൻ. വാട്ടർ വാസ് എസെൻഷ്യൽ ഫോർ ഫാമിംഗ് ആൻഡ് ലിവിങ്. വാട്ടർ ഫ്രം റിവർ വാസ് യൂസ്ഡ് ടു വാഷ് ക്ലോത്ത് ആൻഡ് കുക്ക് ഫുഡ് ടു. എന്ന് വെച്ചാൽ ഇവരിങ്ങനെ നദീതീരങ്ങളിൽ ആദിമ മനുഷ്യരും താമസിക്കാൻ സഹായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജലം ആവശ്യത്തിന് കിട്ടും, വളക്കൂറുള്ള മണ്ണായിരുന്നു അവിടുത്തെ, അനുകൂല കാലാവസ്ഥയായിരുന്നു, ഇനി ഗതാഗതത്തിനുള്ള സൗകര്യമുണ്ട്, കൃഷിക്കും ജീവിക്കാനും വെള്ളം അത്യാവശ്യമായിരുന്നു, വസ്ത്രങ്ങൾ കഴുകാനും ഭക്ഷണം പാകം ചെയ്യാനും നദിയിലെ വെള്ളമാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വാട്ട് വാസ് യൂസ്ഡ് ടു സ്റ്റോർ ലെഫ്റ്റ് ഓവർ ഫുഡ് ഐറ്റംസ് ആഫ്റ്റർ ഡെയിലി നീഡ്സ്. ദിവസവും ആവശ്യത്തിന് ശേഷം വരുന്ന ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചത് എവിടെയൊക്കെയാവും ഞങ്ങളെ? ഇപ്പം എന്നും എടുക്കും, ഇന്നത്തെ കൂട്ട് ഫ്രിഡ്ജോ വല്ല ഉണ്ടോ എടുത്ത് ബാക്കി വരുന്ന എടുത്ത് വെക്കാൻ? ഇല്ല. അവരെങ്ങനെയാണ് ചെയ്തത്? അവരാവശ്യത്തിന് എടുക്കും, എന്നിട്ട് ഇപ്പം നമ്മളിപ്പോൾ കുറേ ചീനി വാങ്ങിക്കുക, അല്ലെങ്കിൽ കാച്ചിൽ, ചേമ്പ്, അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെ അതൊക്കെ അല്ലായിരുന്നോ? അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തു, ചാക്കുകളിൽ കേട്ടോ, അങ്ങനെയൊക്കെ ഉള്ളത് ചാക്കുകളിൽ കെട്ടും. ഇനി വെച്ച സാധനമൊക്കെ എങ്കിൽ അവർ ഭരണിക്ക് അതിലിട്ട് അടച്ചു വെക്കുമെന്ന. പിന്നെ പത്തായം എന്ന് പറയുന്നൊരു സാധനമുണ്ട് കേട്ടോ, ഈ പണ്ടുള്ള കുടുംബങ്ങളൊക്കെ ഉള്ളത് മിക്കയിടത്തെ അത് എപ്പോഴേ വെട്ടിയെടുത്ത് അടുപ്പി വെച്ച് അല്ലേ. ഇപ്പം അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ് അല്ലേ കുഞ്ഞുങ്ങളെ. പത്തായം ഉണക്കി സൂക്ഷിക്കാൻ അല്ലേ, പിന്നെ വെച്ചതിന് ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ അവർ നല്ലപോലെ ഉണക്കി സൂക്ഷിക്കാനൊക്കെ തുടങ്ങിയത് കേട്ടോ. കീപ്പിംഗ് സാക്സ്, ജാറ്, പത്തായം ആൻഡ് കെപ്റ്റ് ഡ്രൈ. ടേണിംഗ് പോയിന്റ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി. ഒരു മനുഷ്യൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമായിരുന്നു നിങ്ങളെ? വീല് കേട്ടോ, വീല്, ഡിസ്കവറി ഓഫ് വീല് കണ്ടുപിടിച്ചതായിരുന്നു കേട്ടോ. വീല് കണ്ടുപിടിച്ചപ്പോഴാണ് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയും വരുന്നതിനെ കുറിച്ചൊക്കെ ആയത് കേട്ടോ. അടുത്ത 12ാമത്തെ ചോദ്യം, എന്താണ് ഈ ബാർട്ടർ സമ്പ്രദായം? എന്താവും നിങ്ങളെ ഈ ബാർട്ടർ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ?
ഇവിടെ നാണയവ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പേ സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് നമ്മൾ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. അതായത് എൻ്റെ കയ്യിൽ കുറേ മാങ്ങ ഉണ്ട് കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ മാവുണ്ടെന്ന് വെച്ചു, ഒത്തിരി മാവുണ്ട്, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്ലാവ് പോലും ഇല്ല. പക്ഷെ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലുണ്ടോയെന്നറിയോ, നിറച്ച് പ്ലാവ് നിൽപ്പുണ്ട്, അവർക്കൊരു മാങ്ങ പോലും ഇല്ല. അപ്പം ഞാൻ എന്ത് പറഞ്ഞേ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, 10 മാങ്ങ ഞാൻ നിങ്ങൾക്ക് തരാം, പകരം നിങ്ങൾക്ക് എനിക്കൊരു ചക്ക തരണം എന്ന് ഞാൻ പറയാം. മനസ്സിലായോ? അപ്പം ഞാൻ ആ പകരത്തിന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നില്ലേ. ഈ പണ്ട് ഇന്നാണെങ്കിൽ നമ്മൾ പറയും എന്താ, ഒരു ചക്കയ്ക്ക് 150 രൂപയാ അല്ലേ, പല വിലയുണ്ട്. അപ്പോൾ 150 രൂപ അല്ലെ 200 രൂപ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, വില പറഞ്ഞാണ് മേടിക്കുന്നത്. അന്ന് അങ്ങനെ വില പറയാൻ ആരുടെയും കൈ പൈസ ഇല്ലായിരുന്നു അല്ലേ, നാണയം കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതിനെ കുഞ്ഞുങ്ങളെ എന്ത് പറയുന്നത്, ബാർട്ടർ സമ്പ്രദായം കേട്ടോ. Before the introductions of the system of a coinage, there was the practice of exchanging goods with each other. This method of exchange is known as a barter system. ഇനി ഫ്ലോ ചാർട്ട് ആണ്ട് അർബൻ സെൻറ്ററിനെ കുറിച്ചൊരു അർബൻ സെൻറ്ററാണ്, അതിനെക്കുറിച്ചൊരു ഫ്ലോ ചാർട്ട്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ കൈമാറുന്നു, അവിടെ നിന്ന് ട്രേഡ്, വ്യാപാരം വഴി ഇവിടെ വരുന്നു, മാർക്കറ്റ്, വിപണികളിലെത്തുന്നു, ട്രേഡിംഗ് സെൻറ്റർ അവിടെ ഒരു വ്യാപാര കേന്ദ്രങ്ങളാകുന്നു, പിന്നെ അർബൻ സെൻറ്റർ നഗര കേന്ദ്രങ്ങൾ കേട്ടോ. അത് കറക്റ്റ് ആ ഓർഡറിൽ തന്നെ എഴുതണം കേട്ടോ. ഫൈൻഡ് ഔട്ട് ദ സ്പൈസസ് ദാറ്റ് ആർ കൾട്ടിവേറ്റഡ് ഇൻ യുവർ റീജിയൻ, നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പേരെഴുതാൻ. സ്പെല്ലിംഗ് അറിയണേ കേട്ടോ. കുരുമുളകിന് ഇംഗ്ലീഷിൽ ബ്ലാക്ക് പെപ്പർ, ഏലത്തിന് കാർഡമം, കറുവപ്പട്ടയ്ക്ക് സിനമൺ, ഗ്രാമ്പൂവിന് ക്ലോവ്സ്, ജാതിക്കയ്ക്ക് നട്ട്മെഗ്, മഞ്ഞളിന് ടർമറിക്ക്, ഇഞ്ചിക്ക് ജിഞ്ചർ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണേ നിങ്ങൾ കേട്ടോ. അടുത്ത ഏതെങ്കിലുമൊക്കെ സുഗന്ധവ്യഞ്ജനങ്ങളെ കുറിച്ച് ഒരു 2-3 വരിയൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. കുരുമുളക് എന്ന് വെച്ചാൽ കേരളത്തിന്റെ പ്രധാന നാണ്യവിളയാണ് കുരുമുളക്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് തന്നെ നമ്മുടെ കുരുമുളകിനെയാണ്. മലബാർ തീരങ്ങളിലാണ് ഇതിന്റെ ഉത്ഭവം കേട്ടോ. പെപ്പർ ഈസ് ദ കിങ് ഓഫ് സ്പൈസസ്. പെപ്പർ ഈസ് എ നേറ്റീവ് ടു സൗത്ത് ഇന്ത്യ. പെപ്പേഴ്സ് ആർ റിച്ച് ഇൻ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, വിറ്റാമിൻസ്, മിനറൽസും ഒക്കെ അടങ്ങിയ ഒരു ഫുഡാവും നിങ്ങളെ പെപ്പർ, കുരുമുളക് കേട്ടോ. സിനമൺ എന്ന് വെച്ചാൽ കറുകപ്പട്ടയാണ്. സിനമൺ ഈസ് ദ സ്പൈസ് ദാറ്റ് കംസ് ഫ്രം ദ ബാർക്ക് ഓഫ് ട്രീസ്. മരത്തിൻ്റെ പുറംതൊലിയിൽ നിന്നുമാണ് ഇത് നമ്മൾ ഈ സിനമൺ എന്ന് വെച്ചാൽ കറുവപ്പട്ട ഒരു വലിയ മരത്തിൻ്റെ തൊലിയാവും നിങ്ങൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ചെത്തി എടുക്കുന്നത് കേട്ടോ. ഭക്ഷണം രുചികരമാക്കാൻ, ബിരിയാണിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് വേണം അല്ലേ, രുചികരമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇനി കാർഡമം, ഏലക്ക. കാർഡമം ഈസ് നോൺ ആസ് ദ ക്യൂൻ ഓഫ് സ്പൈസസ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് തന്നെ നമ്മുടെ ഏലക്കയാണ്. വൈഡ്ലി കൾട്ടിവേറ്റഡ് ഇൻ കേരള ആൻഡ് ആസാം. ഇത് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് ആസാമും കേരളത്തിലുമാണ്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് തന്നെ നമ്മുടെ ആരെയാണ്, പെപ്പർ കുഞ്ഞിനെയാണ് കേട്ടോ, കുരുമുളകിനെ. ഇനി മിശ്രഭോജനം എന്നാൽ എന്താണ്? 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യം കേട്ടോ. മിശ്രഭോജനം എന്നാൽ എന്താണ്? ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 ഏപ്രിലാണ് വന്നത്. എല്ലാവർക്കും ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുക എന്നതായിരുന്നു ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. വൈ വാസ് ബ്ലാക്ക് പേപ്പർ കാൾഡ് ബ്ലാക്ക് ഗോൾഡ് ബൈ ഫോറിനേഴ്സ്? കുരുമുളകിനെ വിദേശികൾ ബ്ലാക്ക് ഗോൾഡ് എന്നാണ് വിളിച്ചത്. എന്തുണ്ടാവും നിങ്ങളെ? ഫോറിനേഴ്സ് വാല്യൂഡ് ബ്ലാക്ക് പേപ്പർ ഹൈലി ഡ്യൂ ടു ഇറ്റ്സ് ടേസ്റ്റ് ആൻഡ് അരോമ, കൺസിഡറിങ് ഇറ്റ്സ് ആസ് പ്രീഷ്യസ് ആസ് ഗോൾഡ്. കുരുമുളകിനെ വിദേശികൾ സ്വർണം പോലെ വിലയേറിയതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ രുചിയും അരോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സുഗന്ധവും ഒക്കെ കൊണ്ടാണ് അല്ലേ. കുരുമുളക് വെച്ച് നമ്മൾ രസമൊക്കെ അടുക്കളയിൽ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൂക്ക് എന്താ, ഇന്ന് രസമാണെന്നുള്ള മണം അല്ലേ. കുരുമുളക് വെച്ച് നമ്മൾ മീൻ വറക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല മണമല്ലേ കുരുമുളകിന് അല്ലേ. സ്പീഷ്യസ് നല്ല ഒന്നാന്തരം ഒരു സ്പൈസസ് ആണ് ഈ കുരുമുളക് എന്ന് പറയുന്നത്. വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അവോയ്ഡ് വേസ്റ്റിംഗ് ഫുഡ്? ഭക്ഷണം പാഴാക്കരുത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാവും ഞങ്ങൾ? ഭക്ഷണം ഒരിക്കലും പാഴാക്കരുത് എന്ന് പറഞ്ഞത്, അതായത് വേസ്റ്റിംഗ് ഫുഡ് ഈസ് അൺഫെയർ ടു ദോസ്
who do not have enough to eat. It is a responsible practice to use food judicially and reduce food wastage in household and communities. ഭക്ഷണം പാഴാക്കുന്നത്, കഴിക്കാൻ തികയാത്തവരോട് നമ്മൾ അനീതിയാണ് കാണിക്കുന്നത് അല്ലേ. ഭക്ഷണം പാഴാക്കുന്നത് നമ്മൾ എടുത്ത് കഴിച്ചതിൻ്റെ ബാക്കി എല്ലാം കൊണ്ട് കളയുമ്പോൾ ഓർക്കണം, ദൈവമേ ഒരു നേരമെങ്കിലും ഒന്നും കഴിക്കാതെ ഇരിക്കുന്ന എത്രയോ പേര് കാണും അല്ലേ. നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ നിങ്ങളെ? ഇല്ലയോ? ഇപ്പം എന്തോ വേണമെന്ന് പറഞ്ഞാലും ആ സ്പോട്ടിൽ എന്താ അമ്മയോ അച്ഛനോ നമുക്ക് മേടിച്ചോണ്ട് തരികയാണ്. ഇല്ലായ്മ എന്താണെന്ന് ഇന്ന് ആരും അറിയുന്നില്ല അല്ലേ. ഭക്ഷണം വിവേകത്തോടെ ഉപയോഗിക്കുകയും വീടുകളിലും സമൂഹങ്ങളിലും ഭക്ഷണം പാഴാക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നത് ഉത്തരവാദിത്തമുള്ളൊരു കാര്യമാണ് എന്നതാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. രണ്ടാമത്തത് സോഷ്യൽ സയൻസിൻ്റെ ഫുഡ് ആൻഡ് ഹ്യൂമൺ എന്ന് പറയുന്ന പാഠം. ഇനി നമ്മൾ പഠിക്കുന്നത് സയൻസ് ആണ്. സയൻസിനകത്തിൽ രണ്ടാമത്തെ ചാപ്റ്റർ വ്യാധികൾ പടരാതിരിക്കാൻ, എവേ ഫ്രം ഡിസീസസ്. വാട്ട് കുഡ് ബി ദ റീസൺസ് ഫോർ ഫീവർ? പനിയുടെ കാരണം എന്തെല്ലാമായിരിക്കാം? നമ്മൾ ആ പിക്ചർ നോക്കിയിട്ടൊക്കെയാണ് ഇത് സംഭവം കേട്ടോ. ഒന്നാമത്തെ പാഠത്തിൻ്റെ ആ പാഠം. രോഗമുള്ള സഹോദരിയിൽ നിന്നോ അമ്മയിൽ നിന്നോ ആണ് പനി ഉണ്ടായത്. ഷീ ഗോട്ട് ഇറ്റ് ഫ്രം സിസ്റ്റർ ഓർ മദർ ഹൂ ഹാഡ് എ വൈറൽ ഡിസീസ്. ആ ഫസ്റ്റ് രണ്ടാമത്തെ പാഠത്തിന് അതിലൊരു പടം കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ, ആശുപത്രിയിൽ കുഞ്ഞിനെ കൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ ആ കുട്ടിക്ക് എങ്ങനെയാ പനി വന്നത്? ഒന്നുകിൽ അതിൻ്റെ അമ്മയുടെയോ സിസ്റ്ററിൻ്റെയോ ആയിരിക്കാവുന്നത്. ഡിസീസസ് നിങ്ങൾക്കറിയാവുന്ന ഒരു 2-3 രോഗങ്ങൾ, ഡിസീസസ് എന്ന് വെച്ചാൽ രോഗങ്ങൾ എന്നാണേ അതിൻ്റെ പേരെഴുതാൻ. നിങ്ങൾക്ക് അറിയാവുന്നതെന്ന് പറഞ്ഞേ, ഡെങ്കിപ്പനി അല്ലേ, ഡെങ്കി ഫീവർ, വൈറൽ പനി, വയറുവേദന, സ്റ്റൊമക്ക് പെയിന്, കോളറ അല്ലേ, ഏതെങ്കിലുമൊക്കെ എഴുതണേ. ഇനി നോക്കൂ നിങ്ങളെ, വളരെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കബിൾ ഡിസീസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും. പകരുന്ന രോഗവും പകരാത്ത രോഗങ്ങളും ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും. പകരുന്ന രോഗവും പകരാത്ത രോഗവും. ഡെങ്കിപ്പനി ഇല്ലേ, അത് എന്താ പകരുന്നതാ കേട്ടോ. വൈറൽ ഫീവർ, കോവിഡ്, മലേറിയ, HIV, കോളറ, ഇതൊക്കെ എന്താന്നാ പറയുന്നത്? പകരുന്ന രോഗങ്ങളാണ് കേട്ടോ. പകരാത്തതാണ് ക്യാൻസർ, ഡയബറ്റീസ്, സ്റ്റൊമക്ക് പെയിന്, ഹാർട്ട് അറ്റാക്ക്, ആസ്മ, പാർക്കിൻസൺസ് എന്നിവയൊക്കെ എന്താണ്? പകരാത്ത രോഗങ്ങളുമാണ്. ഇത് നല്ലപോലെ എഴുതിയെടുക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വട്ട് ഈസ് കാൾഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്? ഇപ്പം നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കബിൾ ഡിസീസ്. എന്താണ് ഈ കമ്മ്യൂണിക്കബിൾ പകർച്ചവ്യാധി എന്ന് വെച്ചാൽ? കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺസ് ടു അതർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസോ? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ ദോസ് വിച്ച് ആർ നോട്ട് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്ത രോഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പകരാത്ത രോഗങ്ങൾ അല്ലേ, എന്താ? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ എന്താ? പാൻഡമിക് അല്ലേ. നമ്മുടെ കോവിഡ് വന്നപ്പോൾ പറഞ്ഞു, ഇത് ഭയങ്കര പാൻഡമിക് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? മഹാമാരി എന്നൊക്കെയാണ് അതിന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് പിടിപെട്ടാൽ വലിയ പാടാണ് ഇത് മാറാൻ കേട്ടോ. അപ്പോൾ എന്താ? പകരുന്ന രോഗങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ ഇത് വ്യാപിക്കുകയും എവിടെ കിടന്ന കോവിഡല്ലേ ധാരാളം ആളുകളെ ബാധിക്കുകയും ചെയ്യുന്നതിനെ നമ്മൾ മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയുന്നു. വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ടു അതർ കൺട്രീസ് ഓർ കോണ്ടിനെന്റ് ആൻഡ് അഫക്റ്റ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇറ്റ് ഈസ് കാൾഡ് പാൻഡമിക്. സ്മാൾ പോക്സ്, ചിക്കൻ പോക്സ് ഉണ്ടല്ലോ ഇങ്ങനെ, ട്യൂബർക്കുലോസിസ്, പ്ലേഗ്, COVID-19 ഇതെല്ലാം ഇതിന് എക്സാമ്പിളാണ്. സാംക്രമിക രോഗങ്ങൾക്ക് കാരണം നമ്മൾ മുമ്പ് പറഞ്ഞു. കമ്മ്യൂണിക്കബിൾ ഡിസീസിന് കാരണം എന്താണെന്ന് ചോദിക്കും കേട്ടോ. മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗി. വി കാനോട്ട് സീ ദം വിത്തൗട്ട് നേക്കഡ് ഐസ്. ദേ ആർ കാൾഡ് പാത്തോജൻസ്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ മൂലമാണ് നമുക്ക് പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് അല്ലേ. നമ്മുടെ കണ്ണുകൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്കതിനെ കാണാൻ കഴിയില്ല. അതിനാൽ ഇതിനെ രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജൻസ് എന്നാണ് വിളിക്കുന്നത്. പാത്തോജൻസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ്, സാംക്രമിക രോഗങ്ങൾക്ക് കാരണം കേട്ടോ. ചോദ്യം നല്ലപോലെ അറിയണേ. അടുത്ത യൂസ്ഫുൾ ബാക്ടീരിയ. ഉപയോഗപ്രദമായ ബാക്ടീരിയകളുമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ ബാറ്ററീസ് ഫോംഡ് ബൈ സർട്ടൺ ബാക്ടീരിയ. ദോശമാവ് ചില ബാക്ടീരിയകളാലാണ് പുളിക്കുന്നത്. യൂസ്ഡ് ഫോർ ബ്രെഡ് മേക്കിംഗ്. ബ്രെഡ് നിർമ്മിക്കുന്നതിനും ബാക്ടീരിയ വേണമെന്നാ. ഡൈജഷൻ ഓഫ് ഫുഡ്. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അത് ദഹിക്കാനും ആര് വേണം? ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ. ഭക്ഷണം ദഹിക്കുന്നതിനും നമുക്ക് ബാക്ടീരിയ, ഭക്ഷണം ദഹിപ്പിക്കുന്നതിനും ശരീരത്തെ ബാക്ടീരിയ വേണമെന്നാണ് പറയുന്നത് കേട്ടോ, വയറിനുള്ളിൽ. ഹൗ ഡിസീസസ് സ്പ്രെഡ്. രോഗങ്ങൾ എങ്ങനെയാണ് പടരുന്നത്? ഡിസീസ് ആർ സ്പ്രെഡിങ് ത്രൂ എയർ, വാട്ടർ, ഫുഡ്, ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, ബേർഡ്സ് ആൻഡ് ത്രൂ സർട്ടൺ ആനിമൽസ്. വായു, വെള്ളം, ഈച്ച, കൊതുക്, പക്ഷികൾ എന്നിവയിലൂടെയും ചില മൃഗങ്ങളിലൂടെയുമാണ് നമുക്ക് രോഗങ്ങൾ പടരുന്നത്.
അവോയ്ഡ് സ്പ്രെഡ് ഡിസീസ്, രോഗങ്ങൾ പടരാതിരിക്കാൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ക്ലീൻനെസ്, ശുചിത്വം പാലിക്കുക. വിയർ മാസ്ക് ധരിക്കുക. കീപ്പ് സോഷ്യൽ ഡിസ്റ്റൻസ്, സാമൂഹ്യ അകലം പാലിക്കുക. റിസീവ് അവൈലബിൾ വാക്സിൻ, ലഭ്യമായ വാക്സിനുകൾ എടുക്കുക. അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് പേഷ്യൻസ്, രോഗികളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഞാൻ സ്പീഡിൽ പോകുന്നത് നമുക്ക് അത്രയും ഉണ്ടാട്ടോ. അടുത്തത് വെക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താവും നിങ്ങൾ? വെക്ടേഴ്സ് രോഗാണുവാഹകരി കൊണ്ടുവരുമല്ലോ, അപ്പുറത്താടെ പനി എടുത്ത് നമ്മുടെോട്ട് കൊണ്ടുവരുമല്ലോ. വെക്ടേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് ഡിസീസസ് ക്യാരി മൈക്രോ ഓർഗാനിസം ഇൻ ടു അവർ ബോഡി. ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, ബാറ്റ് എക്സെട്ര ആർ സം ഓഫ് ദ വെക്ടർ ഓർഗാനിസം. രോഗവാഹകരായ സൂക്ഷ്മാണുക്കളെ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്ന ജീവികളാണ് വെക്ടറുകൾ. വേറൊരാൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടത്തില്ലേ? ആ എടുത്തോണ്ട് വരുന്ന ആൾ ആരാണ്? വെക്ടർ. ഈച്ച, കൊതുക്, വവ്വാൽ, എലിച്ചെള്ള് തുടങ്ങിയ രോഗവാഹിനി ജീവികളിൽ ചിലതാണ്. കൺട്രോൾ മോസ്കിറ്റോസ്, കൊതുകിനെ എങ്ങനെ നിയന്ത്രിക്കാം? അവോയ്ഡ് സ്റ്റാൻഡിങ് വാട്ടർ ഫ്രം ദ ഏരിയ എറൗണ്ട് യുവർ ഹോം, നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും വെള്ളം കെട്ടി നിൽക്കുന്നത് അങ്ങ് ഒഴിവാക്കുക. റിമൂവ് ഗ്രാസ് ആൻഡ് ഷ്രബ് എറൗണ്ട് അസ്, നിങ്ങളുടെ വീടിന് ചുറ്റും ഈ കുറ്റിച്ചെടികളും പുല്ലുകളും ഒക്കെ വളർന്നു നിൽക്കുമല്ലോ, അതെല്ലാം എന്ത് ചെയ്യുക? ഒഴിവാക്കുക. യൂസ് മോസ്കിറ്റോ നെറ്റ്, നിങ്ങൾ കൊതുക് വല ഉപയോഗിക്കുക. വാട്ട് ആർ ദ പ്രിക്വേഷൻസ് ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്? കൊതുകടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം കുഞ്ഞുങ്ങളെ? കീപ്പ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ലി ഇൻ ദ ഈവനിങ്, എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ജനലും വാതിലും അടച്ചിടുക. യൂസ് മോസ്കിറ്റോ നെറ്റ്, കൊതുക് വല ഉപയോഗിക്കുക. വിയർ ലോങ് സ്ലീവ്ഡ് ഷർട്ട് ആൻഡ് ലോങ് പാൻറ്, സന്ധ്യാസമയങ്ങളിൽ നീളൻ കൈയുള്ള ഷർട്ടും നീളമുള്ള പാൻറ്റും ഇടുക എന്നാണ് കേട്ടോ. രോഗം വരാതിരിക്കാൻ നമ്മൾ ഇനി എന്തെല്ലാം ശ്രദ്ധിക്കണം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ എങ്ങനെയാണെങ്കിലും വരും, എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് അല്ലേ. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളെ? ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്നത് പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അപ്പം നമുക്ക് കുറേയൊക്കെ മാറുന്നത്. ഇനി വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങളോ? അന്നേരം നമുക്ക് മാസ്ക് ഉപയോഗിക്കുക, രോഗിയുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഇനി മണ്ണിലൂടെയും മലിനജലത്തിലൂടെയോ പകരുന്നെങ്കിലോ? ചെരുപ്പ് ഉപയോഗിക്കുക. മണ്ണും ചെളിയും പുരണ്ടാൽ സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകുക. അത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? പ്രിവെൻറ്റ് ഡിസീസ്. എങ്ങനെ നമുക്ക് രോഗങ്ങളെ തടയാം? ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ, ഫുഡിലും വാട്ടറിൽ നിന്നുമാണെങ്കിൽ യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിങ്. കീപ്പ് ഫുഡ് ഐറ്റംസ് കവേർഡ്. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ. ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷ് ആയിട്ടോ. ഇനി അതല്ല എയറിൽ കൂടിയാണെങ്കിലോ? മാസ്ക് യൂസ് ചെയ്യുക. അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് സിക്ക് പേഴ്സ്, വയ്യാത്ത ആളുമായിട്ട് ഇടവരരുത്. ഇനി സ്പ്രെഡ് സോയിൽ, സീവേജ്, വെള്ളത്തിൽ നിന്ന് അഴുക്ക് വെള്ളത്തിൽ നിന്നൊക്കെ ആണെങ്കിലോ? ഫുഡ് വെയർ ഉപയോഗിക്കുക. വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വിത്ത് സോപ്പ് ഇഫ് ഗെറ്റ് ഡേർട്ടി അല്ലേ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻ ബേഡ്സ്, പക്ഷികളിൽ നിന്നും പകരുന്ന രോഗങ്ങൾ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻ ബേഡ്സ് ഏതൊക്കെയാണ് നിങ്ങളെ? പക്ഷിപ്പനിയും സാൽമോണല്ല, ഏവിയൻ ഫ്ലൂ, സാൽമോണല്ല, പേരൊക്കെ ഒന്ന് നോക്കിക്കോണേ. ആനിമൽ ഡിസീസ്, മൃഗങ്ങളുടെ രോഗങ്ങളാണ് ആന്ത്രാക്സ്, ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസസ്, കുളമ്പ് രോഗം എന്നൊക്കെ പറയും. പ്ലാന്റ് ഡിസീസാണ് വൈറസും ഫംഗലും. ഇതിൻ്റെയൊക്കെ പേരൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ. ഇമ്മ്യൂണിറ്റി എന്നാലെന്ന്? ഇമ്മ്യൂണിറ്റി, വാട്ട് ഈസ് എ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി? എബിലിറ്റി ഓഫ് അവർ ബോഡി ടു കൺട്രോൾ ആൻഡ് ഫൈറ്റ് എഗെയിൻസ്റ്റ് പാത്തോജൻസ് ഈസ് കാൾഡ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. സ്വാഭാവിക പ്രതിരോധ ശേഷി. രോഗാണുക്കളെ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനുമുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കഴിവിനെയാണ് സ്വാഭാവിക പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. പകർച്ചവ്യാധികൾക്കെതിരെയുള്ള 2 കാര്യങ്ങളാവും നിങ്ങളെ, പോളിയോയും ഹെപ്പറ്റൈറ്റീസും കേട്ടോ. ഇനി ഒരു വാക്സിനേഷൻ്റെ ചാർട്ടുണ്ട് നമ്മുടെ ടെസ്റ്റിൽ തന്നെ എടുപ്പുണ്ട്, അത് പഠിക്കണേ. BCG എന്ന് വെച്ചാൽ ബാസിലസ് കാൽമെറ്റ് ഗെറിൻ എന്നാണ്. OPV എന്ന് വെച്ചാൽ ഓറൽ പോളിയോ വാക്സിൻ ആണ് കേട്ടോ. ഇതൊക്കെ എന്തിനൊക്കെ എടുക്കുന്നതെന്ന് നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. ടെസ്റ്റിലെ അതൊന്ന് പഠിക്കണേ. പിന്നെ ഇതല്ലാതെ ഒക്കെയുള്ള കുത്തിവയ്പ്പുകൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്തിനെ എടുക്കണം എന്നുള്ളതും വാക്സിൻ്റെ പേരും ഒക്കെ കുറേ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും മതി കുട്ടികളെ. ഇപ്പം തന്നെ 38 മിനിറ്റായി. അപ്പം രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ട് നമ്മളെല്ലാ പാഠത്തിലും, അതിൽ ഇംഗ്ലീഷ് ഇല്ല അല്ലേ? ഇംഗ്ലീഷ് ഇല്ല, മാത്സ് നമ്മുടെ ഓൾറെഡി കിടപ്പുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇത്രയും നോട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. നമുക്കിനി ചാപ്റ്റർ 3 കാണാം. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.